പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും. പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല. ഈ പാർട്ടിയെക്കുറിച്ച് അഭിമാനമാണ് ഞങ്ങൾക്ക്. അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അല്ല, എത്ര ഗൗരവത്തോടു കൂടിയ തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് N. വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത്. അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ്. പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിച്ചില്ല. അത്രയും ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം. കാരണം അവരിനി മറ്റ് നേതാക്കളെ പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിന്. ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും. എന്തൊരു നിലപാടാണ്, എന്തൊരു ആർജവമാണ്, എന്തൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് E. D. സതീശൻ എന്ന് പറയുന്നത്. ഈ പാർട്ടി, ഈ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ മുകളിൽ ഒരു പോറൽ പോലും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച് പിടിക്കുക തന്നെ ചെയ്യും എന്ന് അത്രയേറെ ഉറപ്പോട് കൂടി കേരളത്തിൽ മറ്റേത് പാർട്ടിക്കാരനാണോ പറയാൻ കഴിയുന്നത്? കേരളത്തിൽ മറ്റേത് പാർട്ടിക്കാരനാ പറയാൻ കഴിയുന്നത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതോടൊപ്പം ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുകൊള്ള, ആ പൊന്നുകൊള്ള അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, അതുകൂടി ചേർത്തതോടൊപ്പം പറയുന്നുണ്ടെങ്കിൽ, അയാൾ ഒരു കാര്യം നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് രാഹുൽ വിഷയം എന്ന് പറയുന്നത്? രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ നിജസ്ഥിതികൾ അറിഞ്ഞിട്ടല്ല രാഹുലിനെതിരെയുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. രാഹുലിനെതിരെ നടപടി എടുത്തത് അതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടി ഒരിക്കലും ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കാൻ പാടില്ല. ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകര്, ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വെയിലും മഴയും കൊള്ളുന്ന, ഈ പാർട്ടിയുടെ പതാക പിടിക്കുന്ന ഒരുത്തനും രാഹുൽ പേര് പറഞ്ഞുകൊണ്ട് അവന്റെ തല കുനിഞ്ഞു പോകരുത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ കടുത്ത നടപടി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നടപടിയെടുക്കാൻ ആരെ കൊണ്ട് കഴിയും? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുലിനെതിരെ ഉള്ളത് ഈ പറയുന്ന വിവാദം എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അപ്പുറത്ത് കേരളത്തിലെ എല്ലാ മതസ്ഥരും എല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുന്ന, വളരെ ആദരവോടെ കാണുന്ന അയ്യപ്പൻ, ആ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ കൂട്ടുനിന്നിട്ട് അതിലൊക്കെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന വ്യക്തി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന വ്യക്തി, MLA ആയിരുന്ന വ്യക്തി, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, ഇതൊക്കെ ആയതുകൊണ്ട് മാത്രം, CPMകാരനായതുകൊണ്ട് മാത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറും വാസുവും, പിന്നെ ഈ പറയുന്ന ദേവസ്വം കമ്മീഷണർ ആയിരുന്ന മുരാരി ബാബുവും ഒക്കെ ജയിലിലായിട്ട് ഇവർക്കെതിരെ പാർട്ടി എന്ത് നടപടിയാണ് എടുത്തത്? എന്താണ് ഇവരുടെ നടപടി? ഒരു ഷോക്കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്, അതെങ്കിലും ഇവരോട് പാർട്ടി ആവശ്യപ്പെട്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിനുള്ള കാരണം, നിങ്ങളുടെ ഭാഗം എന്താണെന്ന് പറയണമെന്നെങ്കിലും ഇവരോട് ആരോടെങ്കിലും, മുരാരി ബാബുവിനോട്, N. വാസുവിനോട്, പത്മകുമാറിനോട്, ഈ പാർട്ടി, ഈ സഖാക്കള് ആരെങ്കിലും ചോദിച്ചോ? എവിടെയെങ്കിലും ചോദിച്ചോ? അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഉയരുന്നതിന് മുൻപേ അയാളെ മാറ്റി നിർത്താൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തയ്യാറാവുന്നത്. അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഈ പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലാവരുത്. പാർട്ടിയുടെ സാധാരണക്കാരനായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ തല കുനിഞ്ഞു പോകരുത്.
എന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയുടെ പുറത്ത് രാഹുലിനെതിരെ നടപടിയെടുത്തത്. ഇനി അങ്ങോട്ട് എന്ത് നടപടി ഉണ്ടാകണം എന്നുള്ളതിന് കോടതിയുടെ തീരുമാനം അതിൽ ആശ്രയിച്ചായിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ശബരിമലയിലെ അയ്യന്റെ കൊള്ള, അയ്യന്റെ പൊന്നു കട്ടത് അത് സഖാക്കളാണ്. ആ സഖാക്കള്, ഈ പറയുന്ന സഖാക്കൾ ഇങ്ങനെ ജയിലിലേക്ക് ഘോഷയാത്ര പോവുകയാണ്. അതിന്റെ മുൻഭാഗം, അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അവര് മാത്രമേ ജയിലിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. ഈ ഘോഷയാത്ര പിന്നിൽ നിന്ന് അവസാനിച്ചിട്ടില്ല. ഘോഷയാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ ഈ കവാടം, ജയിലിന്റെ കവാടം കടന്ന് അകത്തേക്ക് കയറാൻ ഇങ്ങനെ തയ്യാറായി നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു ആർജവമാണോ, എന്തൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഈ പാർട്ടിക്ക് മീതെ ഒരു പോറലേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായി അല്ലെങ്കിൽ ഒരു ആരോപണം ഉയർന്നു വന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടിയുടെ ഒരു MLA പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന്, അതിന്റെ പാർലമെന്റ് അംഗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ പറയുന്ന പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലും വലിയ മാതൃക, ധാർമ്മികത, ആർജവം, നിലപാട് എവിടെയുണ്ടോ കേരളത്തിൽ? ഏത് രാഷ്ട്രീയക്കാരനുണ്ട്? ഭാരതീയ ജനതാ പാർട്ടിക്കാരനുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന അവർക്കുണ്ടോ? ഉണ്ടോ? CPM-നുണ്ടോ? സഖാക്കൾക്കുണ്ടോ? അടിമകൾക്കുണ്ടോ? അന്തംഗമികൾക്കുണ്ടോ? സൈബർ അടിമകൾക്കുണ്ടോ? ആർക്കാണുള്ളത്? കൈയടിക്കടാ മക്കളെ, ഈ പറയുന്ന നിലപാടിന് കൈയടിക്ക് നിങ്ങള്. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് പാർട്ടി പ്രവർത്തകൻ പ്രതിരോധത്തിലാവാതിരിക്കാൻ, അവന്റെ തല കുനിയാതിരിക്കാൻ, വെറും ആരോപണങ്ങൾ ഉയർന്നു എന്നുള്ള കാരണം കൊണ്ട് അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിലും വലിയ മാതൃക ആരാണോ ഉള്ളത്? ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ കഴിയോ? തീവ്രത അളക്കാൻ ശ്രീമതിയെയും ബാലനെയും വിട്ടവർക്ക് എന്ത് മാതൃക പറയാൻ? ആ തീവ്രത അളന്നിട്ട് അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ അവർക്ക് എന്ത് ധാർമ്മികത, എന്ത് മാതൃക? കുറ്റപത്രം സമർപ്പിച്ചിട്ടും ആ കുറ്റപത്രം തീർത്തു പറയുന്നു മുകേഷ് കുറ്റക്കാരനാണ്, ഉയർന്നു വന്ന ആരോപണങ്ങൾ അത്രയും ശരിയാണ് എന്ന് കുറ്റപത്രം പറയുമ്പോ ഇപ്പോഴും അയാളെ സംരക്ഷിച്ചു പിടിച്ച് MLA സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് കൊണ്ടു നടക്കുന്ന സഖാക്കൾക്ക് എന്ത് മാതൃകയാ പറയാനുള്ളത്? അല്ലെങ്കിലും നിങ്ങൾക്ക് എവിടെയാ മാതൃക? നിങ്ങൾക്ക് എവിടെയാ ധാർമ്മികത? അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അയ്യന്റെ പൊന്നു കക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമായിരുന്ന. പിന്നെ നിങ്ങളോട് ഈ വേദമോദിയിട്ട് എന്താ കാര്യം? പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ലെന്ന് പറയുന്ന പോലെ നിങ്ങളോട് വേദമോദിയിട്ട് എന്താണ് കാര്യം? ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ, മാതൃകയാവണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അയ്യന്റെ പൊന്നു കക്കാൻ ഇറങ്ങി പുറപ്പെടുമായിരുന്നോ നിങ്ങള്? അപ്പോ നിങ്ങളോട് ഈ പറയുന്ന വേദമോദിയിട്ട് കാര്യമില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആകെയുള്ള അജണ്ട എന്ന് പറയുന്നത്. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യം കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കണം എന്നുള്ള ഒരു 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 പ്രക്രിയ മാത്രമേ കോൺഗ്രസിന് മുന്നിലുള്ളൂ. ബോധ്യങ്ങളൊക്കെ കേരളത്തിലെ സമൂഹത്തിനുണ്ട്. അവരുടെ ആ ബോധ്യങ്ങളെ ഊട്ടി ഉറപ്പിക്കണം. അയ്യന്റെ പൊന്നു കെട്ടവർക്ക് ധാർമ്മികതയില്ല. അല്ലെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ധാർമ്മികതയാ? ഭൗതികവാദികളായിട്ടുള്ളവർക്ക് എന്ത് അയ്യപ്പൻ, എന്ത് ശബരിമല, എന്ത് സന്നിധാനം, എന്ത് അയ്യന്റെ പൊന്ന്, എന്ത് ദ്വാരപാലക ശില്പങ്ങൾ? ഒന്നുമില്ല. അവർക്കെല്ലാം സ്വർണം മാത്രം. അവിടെ അയ്യപ്പൻ എന്ന ബ്രാൻഡ് കൂടി ഉണ്ടെങ്കിൽ അതിൽ സ്വർണത്തിന് ഇരട്ടി വില ലഭിക്കും. ആ വില, ആ സ്വർണം കൊണ്ടേക്ക് അടിച്ചു മാറ്റി വിറ്റ് ആ കാശ് ഈ പറയുന്ന ഭൗതികവാദം, ഭൗതികതയാണ്. എല്ലാം ഭൗതികതയാണ്, കാശും ഭൗതികതയാണ്. അപ്പോ ആ കാശ് തിന്നാം. അത് തിന്നിട്ട് വയറിങ്ങനെ വീർപ്പിച്ച് നടക്കുക. അതിനപ്പുറത്തേക്ക് എന്ത് ധാർമ്മികതയാ ഈ സഖാക്ക് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില്, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോ, ഒരു തോൽവിയെ മുന്നിൽ കാണുമ്പോ, വല്ലാതെ ഭയപ്പെടുമ്പോ, അയ്യന്റെ പൊന്നുകെട്ടതിൽ കൈ പൊള്ളി നിൽക്കുമ്പോ ജോത്സ്യനെ കണ്ടിട്ട് ജോത്സ്യൻ പറയുന്നു പ്രശ്നപരിഹാരം, ഒരു പ്രശ്നപരിഹാരം നിന്നോണം അയ്യപ്പ സംഗമം നടത്താൻ പറയുന്നു. പക്ഷേ അവിടെയും പാളിപ്പോയി. അവിടെ അയ്യപ്പനെ ഏറ്റവും കോപാകുലനാക്കുന്ന കാര്യം അവർ ചെയ്തു.
ആ അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തിയ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. അതോടുകൂടി അയ്യപ്പന്റെ കോപം എന്ന് പറയുന്നത് ഇരട്ടിച്ചു, വർദ്ധിച്ചു. അയ്യപ്പൻ ഒരു കാര്യം തീരുമാനിച്ചു, എന്റെ പൊന്നു കട്ടവരെ വെറുതെ വിടാമെന്ന് കരുതിയിരുന്നതാ. ബട്ട് ഇനി അത് സാധ്യമല്ല. അവരെ ജനത്തിന് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് അയ്യപ്പൻ കരുതി. അതല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമം കഴിയുന്നത് വരെ മുരാരി ബാബു ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമം കഴിയുന്നത് വരെ എൻ വാസു ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമം കഴിയുന്നത് വരെ പത്മകുമാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അയ്യപ്പ സംഗമം കഴിയുന്നു, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങുന്നു. പോറ്റി നേരെ പോയിട്ട് മുരാരി ബാബുവിന്റെ പേര് പറയുന്നു. മുരാരി ബാബുവിനെ ഒന്നെടുത്തിട്ട് കുടഞ്ഞപ്പോ വാസുവിന്റെ പേര് പറയുന്നു. വാസുവിന് വയസ്സായി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത വാസുവിനെ കൊടയേണ്ടി വന്നില്ല. ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉരുട്ടിയപ്പോഴേക്കും പത്മകുമാറിന്റെ പേര് പറയുന്നു. ആ പത്മകുമാർ ആണെങ്കിലോ പറഞ്ഞത് ദൈവതുല്യന്റെ പേരും മറച്ചു പിടിക്കണം. പൊതുജനത്തിന്റെ കാതിലേക്ക് ആ ദൈവതുല്യന്റെ പേരെത്താൻ പാടില്ല. അതിനെന്താ വഴി? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. കൊള്ളാവുന്ന ചെറുപ്പക്കാര് ഇപ്പുറത്ത് പ്രതിപക്ഷ നിരയിലുണ്ട്. ജനപിന്തുണയുള്ള ചെറുപ്പക്കാര് ഈ പ്രതിപക്ഷ നിരയിലുണ്ട്. അവരെ പെണ്ണുകേസിൽ പെടുത്തണം, അത് ചർച്ചയാവണം. ജനം എന്ന് പറയുന്നത് ഇക്കിളി കഥകൾക്ക് പിന്നാലെ പോകുമെന്ന് സഖാക്കൾ വിശ്വസിച്ചു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തി എന്ന് മാത്രമല്ല, ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഈ നീക്കങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവര്. ആദ്യം പരാതിയില്ലെന്ന് പറഞ്ഞ യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടും എനിക്ക് പരാതിയില്ല, ഞാൻ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ യുവതി തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയപ്പോ മുഖ്യമന്ത്രിയെ കണ്ട് തന്നെ പരാതി കൊടുത്തു. ഏത് നമ്മുടെ ശങ്കരാടി പറഞ്ഞു കൊടുത്ത ഐഡിയ, കൊള്ളാവുന്ന ചെറുപ്പക്കാർ അപ്പുറത്തുണ്ട്, അവരെ പെണ്ണുകേസിൽ പെടുത്തണം, നാറ്റിക്കണം, അത് ചർച്ച ചെയ്യണം, ഗർഭം ചർച്ച ചെയ്യണം, സെക്സ് ചർച്ച ചെയ്യണം, കൂടെ കിടന്നത് ചർച്ച ചെയ്യണം, ഗർഭം കലക്കിയത് ചർച്ച ചെയ്യണം. ചർച്ച ഇത് മാത്രമായിരിക്കണം എന്ന് ശങ്കരാടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തു. അതിന്ന് ഗോവിന്ദൻ ഏറ്റുപിടിക്കുന്നു, സഖാക്കൾ ഏറ്റുപിടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എന്തൊക്കെ ഏറ്റുപിടിച്ചാലും പാർട്ടിക്ക് പോറലേൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെ സംരക്ഷിച്ച് പിടിക്കേണ്ട രീതിയിൽ സംരക്ഷിച്ച് പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. രാഹുലിനെയും സംരക്ഷിച്ച് പിടിക്കില്ലേ? ഇല്ലേ? പറ, നിങ്ങള് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?